സർ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിമാലയ നമുക്ക് വേണ്ടി ഫ്രീ ജിം മെമ്പർഷിപ്പ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ്. ഈ ട്രെഡ്മിൽ കുറച്ച് കൂടുതൽ റിയൽ ആയി തോന്നുന്നു. ബാറ്ററിയും തീർന്നു. എന്റെയും. സ്റ്റോപ്പ് ജോക്കിംഗ്. ഡ്രോൺസ് പുറകെ ഉണ്ട്. അവരുടെ സ്കാനറുകൾ നമ്മളെ ലോക്ക് ചെയ്യുകയാണ്. എല്ലാവരും ഫോർമേഷനിൽ തുടരുക. റിഡ്ജിൽ ഗ്യാപ്പ് ഉണ്ട്. താഴെ വീണാൽ നേരെ ഗ്ലേസിയർ. സർ, ഈ വെക്കേഷൻ ഐഡിയ ഏത് ജീനിയസിന്റേതാണ്? അത് എന്റെ പ്ലാൻ ആയിരുന്നു. എന്നാൽ ഐറ്റനറിയിൽ ബുള്ളറ്റ്സും ബിൽസാർട്സും എഴുതിയിരുന്നേയില്ല. മൂവ് ഫ്ലൈറ്റ്. താഴെയുള്ള ഐസ് കേവ് കണ്ടോ? ഷാഡോ സൈഡിൽ അവരുടെ സ്കാൻ എത്തില്ല. ആദി, എനിക്ക് സ്കീയിങ് കോഴ്സ് ഫ്രീ ആയി കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുൻപ് തന്നെ മരിക്കും. ക്ലിയർ ഫോർ നൗ. അവർ നമ്മുടെ ട്രയൽ ലോസ് ചെയ്തു. ഗുഡ്. വരൂ, നമുക്ക് താഴ്വരയിലേക്ക് പോകണം. എനിക്കൊരു പുരാതന ഔട്ട് പോസ്റ്റ് ഓർമ്മ വരുന്നുണ്ട്. നമുക്ക് അവിടെ അഭയം തേടാം. ഔട്ട് പോസ്റ്റ്? സർ, പ്ലീസ് പറയൂ. അവിടെ ഹീറ്ററും കോഫിയും രണ്ടും കിട്ടുമോ? ലോജിക്ക് മാത്രമേ കിട്ടൂ. കോഫി നിങ്ങളുടെ ജോക്ക് കൊണ്ടുണ്ടാക്കിക്കോ. സർ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡ് എക്സ്പ്രസ് ഹൈവേ പോലെ തോന്നുന്നു. റൈറ്റ് സൈഡ് ആണെങ്കിൽ ഹൊറർ മൂവിയുടെ സെറ്റ് പോലെയും. ലെഫ്റ്റിൽ GPS സിഗ്നൽ ക്ലിയർ ആയി കിട്ടുന്നുണ്ട്. അതിനർത്ഥം ഡ്രോൺസിന് നമ്മളെ എളുപ്പത്തിൽ സ്കാൻ ചെയ്യാൻ കഴിയും. റൈറ്റ് സൈഡിൽ കവർ കൂടുതലുണ്ട്, എന്നാൽ അൺസ്റ്റേബിൾ ആയി തോന്നുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾ ഒരുപക്ഷെ മെഹുലാണെങ്കിൽ ഏത് വഴിയായിരിക്കും തിരഞ്ഞെടുക്കുക? ലെഫ്റ്റ് ഷോർട്ടും സേഫുമായി തോന്നുന്നു. എന്നാൽ ഓപ്പൺ സ്കൈക്ക് താഴെയാണ്. റൈറ്റ് ഉയരമുള്ളതും ഡേഞ്ചറസുമാണ്, പക്ഷേ നിഴലുകളാൽ മറഞ്ഞിരിക്കുന്നുണ്ട്. സർ, നോക്കൂ. ലെഫ്റ്റ് സൈഡിൽ സ്നോ മൂവ്മെന്റ് കൂടുതലാണ്. അതിനർത്ഥം വിൻഡ് പ്രഷർ അവിടെ ഹൈ ആണെന്നാണ്. എവിടെയാണോ വിൻഡ് സ്ട്രോങ് ആയിട്ടുള്ളത് അവിടെ ഡ്രോൺസിന് ബെറ്ററായി ഫ്ലൈ ചെയ്യുവാൻ കഴിയും. നിന്റേത് കറക്റ്റ് ഒബ്സർവേഷൻ സോയ. ഓപ്പൺ പാത്ത് എപ്പോഴും ഈസി ആയിരിക്കും. എനിമീസിന് ഈസിയസ്റ്റ് ടാർഗറ്റും. സർ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ ഈ ലോജിക്ക് കാരണം ഞാൻ സ്നോ കുൽഫിയായി പോകുമെന്നാണ്. ലോജിക് ടെസ്റ്റ് പാസ്. സർ, താങ്കളില്ലാതെ നമുക്കൊരിക്കലും ഫ്രീസ് ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഗുഡ് വൺ. മിഷൻ കോൾഡ് ലോജിക്. സർ, ആ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഒക്കെ ഉള്ള റോബോട്ട്സ് തിരിച്ചു വന്നു. കൺഫേംഡ്. തെർമൽ ഡ്രോൺ 3 ക്ലസ്റ്റേഴ്സും മുകളിൽ സർക്ലിംഗ് ചെയ്യുകയാണ്. ഒരു പിഞ്ഞു പോലും നമുക്ക് നേരെ വന്നാൽ ഗെയിം ഓവർ. ഓപ്പൺ ഗ്രൗണ്ട് ആണ്. ഇവിടെ ഒരു കവർ പോലും ബാക്കിയുണ്ടാകില്ല. വി നീഡ് ക്യാമഫ്ലാഷ് നൗ. ലോജിക്ക് ചിന്തിക്കുവാനുള്ള സമയം വളരെ കുറവാണ്, എന്നാൽ അത് പര്യാപ്തവുമാണ്. നോക്കൂ, അത് ആഷ് ഡെപ്പോസിറ്റ്സ് ആണ്. അത് തെർമൽ വെന്റിനടുത്തുള്ള ഡ്രോൺസ് ഇൻഫ്രാ ഡിറ്റക്ട് ചെയ്യുന്നു. കളറല്ല. നമ്മൾ ഈ ആഷ് ശരീരത്തിൽ റംബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹീറ്റ് സിഗ്നേച്ചർ ഹാഫായി മാറും. എന്ന് വെച്ചാൽ എന്താണെന്നോ? ഈ സ്നോ സ്പാക്ക് ശേഷം ആഷ് ഫേഷ്യലും. ശരിക്കും ഇത് എന്ത് വെക്കേഷനാ? ഇത് ഫ്രീ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ആണ്. സർ, ഇത് വർക്കാകുമല്ലോ? ലോജിക്ക് ഒരിക്കലും ഫെയിൽ ആകില്ല. വരൂ, കവറാക്കാം. തെർമൽ ഫീഡ് ജാം ആകുന്നുണ്ട്. സ്മോക്ക് പ്ലസ് ആഷ് കോംബോ വർക്കിംഗ്. ക്ലിയർ. ദേ ലോസ്റ്റ് ദി ലോക്ക്. പെർഫെക്റ്റ്. ലെഫ്റ്റ് സൈഡിൽ ഷാഡോ എക്സ്റ്റെൻഡ് ആകുകയാണ്. ഇവിടെ സ്ലൈഡ് ചെയ്യൂ. താഴെ ക്രിവൈസ് കിട്ടും. ലോജിക് 1, ലേസർ 0. ഇപ്പോൾ ജയിച്ചിട്ടില്ല. ഇത് വെറും ഫസ്റ്റ് റൗണ്ട് ആയിരുന്നു. മാം, നമ്മുടെ ഡ്രോൺസ് മുഴുവൻ റേഞ്ചും കവർ ചെയ്യുകയാണ്. ഈസ്റ്റ് റിഡ്ജ് വാലി റൂട്ട്, ഈവൻ ഗ്ലേസിയർ ട്രെഞ്ച്. പക്ഷേ ഇപ്പോൾ സിഗ്നൽ കിട്ടുന്നില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ മാം. ഒരുപക്ഷെ അവൻ അതിജീവിക്കില്ല. ഇവലോഞ്ച് എല്ലാം ഡിസ്ട്രോയ് ചെയ്തു. ഷട്ട് അപ്പ്.
അയാൾക്ക് മരിക്കാൻ കഴിയില്ല. അത് ഡിറ്റക്റ്റീവ് മെഹുലാണ്. സൂപ്പർ ഇന്റലിജന്റ്, ഓൾവേസ് 2 steps ahead. ലോജിക് അയാളുടെ വെപ്പണാണ്. അവൻ ഒളിച്ചിരിക്കുന്നത് എങ്ങനെ പോസിബിൾ ആണ്? നോ സിഗ്നൽ, നോ ഫുട് പ്രിന്റ്, നോ ഹീറ്റ് റേസ്. ആകാശം അവരെ വിഴുങ്ങിയതാണോ അതോ ഭൂമി അവരെ തിന്നുവോ? മാം, നമ്മൾ എല്ലാ സെൻസറും റീറൂട്ട് ചെയ്തു. സെർച്ച് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഡ്രോൺ അടുത്ത വാലി കവർ ചെയ്യുന്നുണ്ട്. കവർ ചെയ്യുകയാണോ അതോ ക്യാച്ച് ചെയ്യുകയാണോ? പറയൂ. അവരെ അന്വേഷിക്കൂ. ഓൾ ഗ്ലേഷ്യർ, ഓൾ കേവ്, ഓൾ ഷാഡോ ചെക്ക് ചെയ്യൂ. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അവനെ പിടികൂടും. അവൻ മരിച്ചാൽ അവന്റെ എല്ലാ അടയാളങ്ങളും ഞാൻ ഇല്ലാതാക്കും. ആര് നമ്മുടെ വഴി തടഞ്ഞാലും ഞാൻ അവരെ അവരുടെ സ്ഥാനം കാണിച്ചു കൊടുക്കും. ഡിറ്റക്റ്റീവ് മെഹുൽ, നീ ഒളിച്ചു. പക്ഷെ എത്ര കാലം നിന്റെ യുക്തി ഉപയോഗിച്ച് നീ അതിജീവിക്കും? ഗോ. ഐ വാണ്ട് അപ്ഡേറ്റ്സ് എവറി 10 minutes. നെക്സ്റ്റ് ടൈം ഒരു എക്സ്ക്യൂസും വേണ്ട. റിസൾട്ടാണ് വേണ്ടത്. ഏയ് മതി സർ, ഇനി ഞാൻ ഇവിടെ തന്നെ വീടാക്കിക്കൊള്ളാം. ആലിയയുടെ ഐസ് പാലസ്. എൻട്രി ഫ്രീ, ബ്ലാങ്കറ്റ് ഓപ്ഷണൽ. സിഗ്നൽസ് ഇപ്പോഴും 0 ആണ്. സാറ്റലൈറ്റ് വരെ ഡെഡ് ആണ്. സർ, ഈ കേവ് ഒരു നാച്ചുറൽ ജാമർ ആണെന്ന് തോന്നുന്നു. എക്സാക്ട്ലി ആദി. അതുകൊണ്ടാണ് നമ്മൾ ജീവനോടെ ഉള്ളത്. ഈ കേവ് അവരുടെ സെൻസറിന് ഇൻവിസിബിളും ആണ്. അപ്പോൾ ഇത് നമ്മുടെ ടെമ്പററി സേഫ് ഹൗസ് ആണ്. സേഫ് ഹൗസോ അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ്? സ്നാക്സ് ഉറപ്പായും വേണം. ചേച്ചി, നിങ്ങളുടെ കയ്യിലുള്ള ഈ ചിപ്സും ഫ്രീസായി. സർ, താങ്കൾ നോട്ടീസ് ചെയ്തോ? ഈ കേവ് നാച്ചുറൽ അല്ല. നോക്കൂ ഈ കാർവിംഗ്സ്. സർ, നമ്മൾ മോണ്ടിസോറിയുടെ സ്ക്രോളിൽ കണ്ട അതേ സിമ്പിൾസ് ആണിത്. കറക്റ്റ്. ഈ സൈൻസ് ഗാർഡിയൻസ് പാസേജിന്റെ സിമ്പിൾസ് ആണ്. ഇവിടെ എവിടെയോ നിന്നായിരിക്കും ബ്രഹ്മ ടെമ്പിളിലേക്കുള്ള വഴി. അപ്പോൾ ഈ കേവ് ഗാർഡിയൻസിന് മാത്രം അറിയാവുന്ന ഏൻഷ്യന്റ് പ്രൊട്ടക്റ്റീവ് റൂട്ട് ആയിരിക്കുമോ? മേ ബി. കൂടാതെ അനന്യ അതിന്റെ ഡിസെൻഡന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയതും. അതിനർത്ഥം നമ്മൾ ലോജിക് GPS-നാലല്ല ഡെസ്റ്റിനി GPS-നാലാണ് വന്നത് എന്നല്ലേ? ചിലപ്പോൾ വിധിയുടെ പിന്നിൽ ലോജിക്ക് ഒളിഞ്ഞിരിക്കാറുണ്ട്. സർ, ഡ്രേക്കോ സെർച്ച് ഗ്രിഡ് ക്ലോസ് ആവുകയാണ്. അവരുടെ ഡ്രോണുകൾ നമ്മുടെ മുകളിലൂടെ കടന്നു പോകുന്നു. ഓൾ ക്വാറ്റ്. രാവിലെ ആയിരിക്കുന്നു. അതിനർത്ഥം നമ്മൾ ഒഫീഷ്യലി അലൈവാണ്. ഫോക്കസ്. നമ്മൾ ഈസ്റ്റ് റിഡ്ജ് റൂട്ട് വഴി പോകും. നമ്മൾ റൈറ്റ് ടൈമിംഗ് മിസ് ചെയ്താൽ ഡ്രോൺസ് പെട്രോൾ ചെയ്യുവാൻ തിരിച്ചു വരും. സർ, സെർച്ച് ഗ്രിഡ് വീണ്ടും ആക്ടിവേറ്റ് ആയെന്ന് തോന്നുന്നു. എക്സ്പെക്ടഡ്. വെറോണിക്ക ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യില്ല. എല്ലാവരും ലോ പ്രൊഫൈലിൽ മൂവ് ചെയ്യുക. സർ, ഒന്നല്ല 3 ഡ്രോൺസ് പെട്രോൾ ചെയ്യുന്നുണ്ട്. 12 o'clock ഡിറക്ഷൻ. എല്ലാവരും താഴെ നിൽക്കുക. മൂവ് വിത്ത് ദ വിൻഡ്. ഓക്കെ, ഇതെന്റെ ന്യൂസ് സ്റ്റോക്കർ ആണെന്ന് തോന്നുന്നു. ആലിയ, ഡിസ്ട്രാക്ഷൻ പെർഫെക്റ്റ്. ലിയാന, ആദി, റോസ്നൗ. അവർക്ക് വേറെ എന്തെങ്കിലും ഹോബി വേണമെന്ന് ഞാൻ കരുതുന്നുണ്ട്. സർ, ഒരു കിക്ക്, ഒരു കിൽ. ഫിസിക്സ് പ്ലസ് ഫിറ്റ്നസ്, പെർഫെക്റ്റ് ഫിനിഷ്. ചേച്ചി ഡ്രോൺ കട അടച്ചുപൂട്ടി. സർ, ടീം വർക്ക് പെർഫെക്റ്റ് ആയിരുന്നു. താങ്കൾ ബോസ് ഷോട്ട് ചെയ്തു, ഞാനാണെങ്കിൽ ബോസ് കിക്കും. ഗുഡ്. പക്ഷേ ഇതവരുടെ സ്കൗട്ട് ടീമാണ്. ഇനി മെയിൻ ഫോഴ്സ് വരാനുമുണ്ട്. സർ, കുറഞ്ഞത് 10 ഡ്രോണുകൾ കൂടി വരാനുണ്ട്. ഓൾ മൂവ്. ഗ്ലേഷ്യേഴ്സിന് പുറത്താണ്. 2 മിനിറ്റിനുള്ളിൽ ഈ ഏരിയ അൺസേഫ് ആകും. സർ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടുത്ത വെക്കേഷൻ ഞാൻ ഗോവ എടുക്കും. ഹിമാലയ ക്യാൻസൽ. ആദ്യം സ്വയം രക്ഷിക്കുക, എന്നിട്ട് ബുക്കിംഗ് നടത്ത്. മാഡം, ടീം ഡിറ്റക്റ്റീവ്സ്
സൗത്ത് ഈസ്റ്റ് റിഡ്ജിൽ വെച്ച് നമ്മുടെ 3 ഡ്രോണുകളും ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നു. എന്നാൽ അവ ലാസ്റ്റ് സിഗ്നൽ ട്രേസ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞത് 10-ൽ കൂടുതൽ ഡ്രോൺസ് അവരുടെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. 3 ഡ്രോൺസ് ഡൗൺ. അവർ മെഷീൻസ് മാത്രമല്ല നശിപ്പിച്ചത്, അവർ എന്റെ പേഷ്യൻസും ഇല്ലാതാക്കി. ഗോ ഫൈൻഡ് ദം, ബ്രിങ് ദം ബാക്ക്. ബാക്കിയുള്ളവർ മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് അനന്യയെ മാത്രം മതി. ഓർഡേഴ്സ് റിസീവ്ഡ് മാം. 100 ടീംസ് ആൻഡ് 10 ഡ്രോൺസ് മൂവിംഗ് ഇൻ. യെസ്, പെട്ടെന്ന് ചെയ്യൂ. നോ മിസ്റ്റേക്സ്, നോ മേഴ്സി. ഇനി കുറച്ചുകൂടി. ഗാർഡിയൻ ഔട്ട്പോസ്റ്റ് എഹെഡ്. സർ, മാഗ്നറ്റിക് ഇന്റർഫറൻസ്. നോ, ഇറ്റ്സ് എ ട്രാപ്പ്. സർ, റൗണ്ട് ഹീറ്റ് സിഗ്നേഴ്സ് ട്രിഗറിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈസ് ആകാൻ പോവുകയാണ്. നോൺ മൂവ്. ഇനി എന്ത് സംഭവിക്കും? ടീം ഡിറ്റക്റ്റീവിന് അതിജീവിക്കുവാൻ കഴിയുമോ? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.